ഹലോ അസ്സാം വലൈക്കും. കൂട്ടുകാർക്കൊക്കെ സുഖമല്ലേ? സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ വീണ്ടും വളരെ ചെറിയൊരു വീഡിയോമേ കൂട്ടുകാരുടെ മുന്നിലെത്തിയിട്ടുണ്ട് കേട്ടോ. മുത്തുവാവ എന്ന ഈ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ തന്നെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. പുതുതായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താനും ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കല്ലേ. അപ്പം ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും കൂടെയൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് കൂടി നമ്മളെന്ന് സപ്പോർട്ട് ചെയ്യുക. ഇന്ന് വൈകിട്ടത്തെ കുറച്ച് വീഡിയോസ് മാത്രമാണ് എടുത്തിട്ടെന്ന് കൊച്ചു കൊച്ചു വിശേഷങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് വലിയ വീഡിയോസ് ഒന്നുമില്ല, ചെറിയ വീഡിയോ ആണ്. അതായത് നമ്മുടെ ബീൻസ് പയർ മെഴുക്കുവരട്ടി വെക്കാൻ ഓർത്തുകൊണ്ടാണ് കേട്ടോ. അതിന് പയറെല്ലാം അരിഞ്ഞെടുത്തു, ഉള്ളി പൊളിച്ചെടുത്തു, വത്തൽമുളകും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒന്ന് വത്തൽമുളകൊന്ന് ചതച്ച് എടുക്കാം. വത്തൽമുളക് ചതച്ചെടുത്തതിന് ശേഷം ഉള്ളിയും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ചതച്ച് എടുക്കാം കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് ഉള്ളി ചതഞ്ഞാൽ മതിയായിരുന്നു, നന്നായിട്ടല്ല, മുളക് നന്നായിട്ടും ഉള്ളി ജസ്റ്റ് ഒന്ന് ചതഞ്ഞാൽ മതി. പക്ഷേ ഞാൻ ചതച്ചപ്പിച്ച് കൂടുതലായിട്ട് അരഞ്ഞു പോയി കേട്ടോ. അത് സാരമില്ല, നമുക്ക് എണ്ണയിലിട്ട് മൂപ്പിക്കും റെഡിയാവും. അതിന് ശേഷം നമുക്ക് ഒരു പാൻ അടുപ്പി വെച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ മൂക്കുമ്പോൾ നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇച്ചിരി ഏറെ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും മുളകും ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇത് ഇനി ഈ എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. ഇതിൻ്റെ കൂടെ ഉള്ളിയും മുളകും ഇട്ട് കൊടുക്കുന്ന കൂടെ തന്നെ കറിവേപ്പിലയുണ്ട്, ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പം മുറ്റത്ത് മഴയായതുകൊണ്ട് കറിവേപ്പില പോയി എടുത്തുകൊണ്ട് വരാൻ ബുദ്ധിമുട്ട് കാരണം ഞാൻ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ ഉള്ളിയും മുളകും നന്നായിട്ടൊന്ന് മൂക്കാൻ വെച്ച് കേട്ടോ. അതൊന്ന് മൂത്ത് നന്നായിട്ടൊന്ന് റെഡി ആയിക്കട്ടെ. അപ്പോൾ നന്നായിട്ട് മൂത്ത് എടുക്കണം കേട്ടോ. മുന്നിലിടുന്ന വീഡിയോയ്ക്കൊക്കെ സപ്പോർട്ട് തരുന്ന പോലെ തന്നെ ഈ വീഡിയോയ്ക്ക് സപ്പോർട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പോൾ നല്ല നല്ല കമൻറ്റുകളും ഒക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എന്താ, നമ്മുടെ മുളകൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പയർ ചേർത്ത് കൊടുക്കാം. പയർ അരിഞ്ഞു തന്നതിൻ്റെ ചെറുക്കായിയാണ് കേട്ടോ ഇന്ന്. 10ാം ക്ലാസ്സിലെ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഓണപ്പരീക്ഷ. അപ്പോൾ 10ലെ നടക്കണോ, ചെറുക്കായിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവൻ കുറച്ച് നേരം ഇരുന്ന് പഠിച്ചു. അപ്പോൾ എനിക്ക് സുഖമില്ലാത്തതുകൊണ്ട് അപ്പോൾ അവൻ വന്ന് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇന്ന് പെൺപിള്ളേരെ ഹെൽപ്പ് ചെയ്ത് തരാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു വിട്ടു, അവരോട് പോയിരുന്ന് പഠിച്ചോളാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ചെറുക്കായി എന്നെ ഒന്ന് ഇതേ പയർ എനിക്കൊന്ന് അരിഞ്ഞു തന്നിട്ട് അവൻ വീണ്ടും പോയിരുന്ന് പഠിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്ന് പയറൊന്ന് വാടി വരുന്ന സമയത്ത് വേണം നമുക്ക് ഒരു സബോള അരിഞ്ഞ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ആദ്യം തന്നെ സബോള ഇട്ട് കൊടുക്കരുത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് വാടി വരട്ടെ. ഒന്ന് നന്നായിട്ട് വാടി വരണം കേട്ടോ. അതിൻ്റെ കൂടെ നമ്മൾ ഈ ഉള്ളിമുളക് ഇട്ട കൂടെ ഞാൻ അല്പം ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പൂടെ ചേർത്തിട്ടാണ് ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുന്നത്. അപ്പോൾ എന്താ പയറൊക്കെ ഒരുവിധം ഒന്ന് വരണ്ടിട്ടുണ്ട്. ഇതിലേക്ക് ഒരു സബോള അരിഞ്ഞ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ ഉള്ളിയും മുളകും ചതച്ച് ചേർത്തേക്കുന്നുണ്ട്, ചട്ടിക്ക് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ പിടിക്കാതിരിക്കാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ആ പയറും സബോളയൊക്കെ നന്നായിട്ടൊന്ന് വരണ്ട് വന്നതിന് ശേഷം മാത്രം അടച്ച് വെച്ച് നമ്മൾ വേവിക്കുക. വെള്ളം ചേർത്ത് കൊടുക്കുകയും ചെയ്യരുത് കേട്ടോ. പയർ മെഴുക്കുവരട്ടി, വെണ്ടയ്ക്ക, പാവയ്ക്ക ഇങ്ങനെയുള്ള മെഴുക്കുവരട്ടിയൊക്കെ വെക്കുമ്പം വെള്ളം ചേർക്കാതിരിക്കുക. ചില കൂട്ടുകാരെ വെള്ളം ചേർത്ത് വെക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് പറയുന്നത്, വെള്ളം ചേർത്ത് ഒരിക്കലും വെക്കരുത് കേട്ടോ. ഈ ആവിയിലും ഈ എണ്ണമയലത്തിലും തന്നെ ഇരുന്ന് പയറൊക്കെ ഇങ്ങനെയുള്ള മെഴുക്കുവരട്ടികളൊക്കെ വെന്താൽ മാത്രമേ അതിനുള്ള ടേസ്റ്റ് കിട്ടത്തുള്ളൂ കേട്ടോ. കറക്റ്റ് ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് ഇതേപോലെ എടുക്കുവാണെങ്കിൽ നല്ലതാണ്. ഒരല്പം ഉപ്പ് കുറവ് പോലെ തോന്നി കേട്ടോ. അപ്പം ഞാൻ ഒരല്പം ഉപ്പൂടെ ചേർത്ത് കൊടുത്തു. അത് പനിക്കോളുണ്ട്, ഇനി പനിയുടെ ആണോ എന്ന് അറിയത്തില്ല കേട്ടോ. നാവിനൊരു രുചി തോന്നില്ല. എന്തായാലും വെച്ച് കഴിയുമ്പോൾ അറിയാം കേട്ടോ ഏതവസ്ഥയിലാവുമെന്ന്. അപ്പോൾ ഇതുകൊണ്ട് ഇതിൻ്റെ ഈ ചട്ടിക്ക് അടി പിടിക്കാൻ ചെറിയ ഇതുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതേപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ. അങ്ങനെ 1-2 പ്രാവശ്യമൊക്കെ നമ്മളിങ്ങനെ ഇളക്കി വേണം ഇട്ട് കൊടുത്തിട്ട് നമ്മളൊന്ന് കമത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കമത്തി വെച്ച് നമ്മൾ വേവിച്ചെടുക്കണം. കണ്ടോ, ഇതുപോലെ തന്നെ ഞാനിപ്പോൾ 2-3 പ്രാവശ്യം ഒന്ന് ഇളക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് പോയി ഞാൻ തേങ്ങയൊക്കെ തിരുമ്മി എടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് വലിയ വീഡിയോസ് എടുക്കാനോ അല്ലെങ്കിൽ ഒത്തിരി വിശേഷങ്ങൾ ഉൾപ്പെടുത്താനോ ഒന്നും വയ്യ കേട്ടോ. സുഖമില്ല, കിടപ്പിലായിരുന്നു ഞാൻ ഇത്രയും നേരം കേട്ടോ. ഇപ്പോൾ വൈകിട്ട് പിന്നെ എഴുന്നേറ്റിട്ടാണ്. ഇന്ന് രാവിലെ ചോറും കറിയൊന്നും വെച്ചില്ലല്ലോ. അപ്പോൾ വൈകിട്ട് പിന്നെ നമുക്ക് മെഴുക്കുവരട്ടിയും വെച്ച് ചമ്മന്തി അരയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. രാവിലെ ഇഡ്ഡലിയാണ് ഉണ്ടാക്കിയത്. അപ്പം നമ്മൾ ബാക്കി മാവൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് മാത്രമേ ഉണ്ടാക്കിയുള്ളൂ കേട്ടോ.
അതിന് ശേഷം ഇതേ തേങ്ങയൊക്കെ തിരുമ്മിയെന്ന് പറഞ്ഞല്ലോ, ഞാൻ 1-2 വത്തൽമുളകും കൂടി ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. തേങ്ങയുടെ മണ്ടയിൽ തന്നെ ഒരല്പം ഉപ്പിട്ടു, പിന്നെ ഒരു നുള്ള ഇഞ്ചി, ഒരു നുള്ള പുളിയല്ല പുളിയെ 1-2 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. പുളിയെന്ന് പറഞ്ഞാൽ പുളിന്ന് ആയിപ്പോയി കേട്ടോ. ഈ ഉള്ളിയും കൂടെ ചുടുന്നത് നല്ലതാണ്. അപ്പോൾ ഞാൻ ഉള്ളി ചുട്ടിട്ടില്ല, മുളക് മാത്രമേ ചുട്ടെടുത്തിട്ടുള്ളൂ. നമ്മളിതേ അന്നേരം അരയ്ക്കാനൊക്കെ എല്ലാം എടുത്ത് വെച്ചതിന് ശേഷം പയർ മെഴുക്കുവരട്ടി അപ്പോൾ നന്നായിട്ട് ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു നുള്ള് മഞ്ഞപ്പൊടിയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വാങ്ങിയെടുക്കുക. അപ്പോൾ നമ്മുടെ പയർ മെഴുക്കുവരട്ടി റെഡിയായി. അപ്പോൾ ഇതാ നല്ല അടിപൊളി പയർ മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം കറണ്ട് ഒന്ന് വന്നും പോയൊക്കെ ഇരിക്കുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കുരുത്തക്കേടൂടെ ഞാൻ കാണിച്ചു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നല്ല കൊതുക് വരുന്നു. അപ്പോൾ അടുപ്പിലൊന്ന് തീയിട്ടപ്പോൾ നന്നായി ഒന്നും കലം വെക്കാതെയൊക്കെ ഇച്ചിരി നേരം ഒന്ന് പുകയട്ടെ എന്ന് ഓർത്ത് വെച്ചിട്ടോ. അപ്പോൾ അടുക്കള നിറച്ച് ഇച്ചിരി പുകയായിപ്പോയി കേട്ടോ. അപ്പോൾ അതാണ് ചെറിയൊരു മങ്ങൽ പോലെ തോന്നുന്നത്. അപ്പോൾ എന്താ ഉപ്പ് ഞാൻ നേരത്തെ രണ്ടാമത് ഇട്ട് കൊടുത്തായിരുന്നു കേട്ടോ. എന്നിട്ട് ഇപ്പോഴും നോക്കിയപ്പോഴും ഉപ്പില്ല. ഒരല്പം കൂടെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ള ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തു. അപ്പോൾ ഈ മെഴുക്കുവരട്ടിയൊക്കെ വെക്കുമ്പോൾ കറക്റ്റ് പാകത്തിന് ഉപ്പുണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ ടേസ്റ്റ് നല്ലവണ്ണം നിൽക്കത്തുള്ളൂ കേട്ടോ. ഈ ഉള്ളിയും മുളകും ചതച്ചിട്ട് മെഴുക്കുവരട്ടി വെക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. വെണ്ടയ്ക്ക ഞാൻ അങ്ങനെ വെച്ചിട്ടില്ല, പയറും വെച്ചിട്ടുണ്ട്, പാവയ്ക്ക വെച്ചിട്ടുണ്ട്. പിന്നെ ഏറ്റവും ടേസ്റ്റ് അറിയുന്നത് ചക്കക്കുരുവിലും നമ്മുടെ കായ ഉണ്ടല്ലോ, അത് ചെറുകായാണേലും നേന്ത്രക്കായാണേലും ഇങ്ങനെ ഈ രീതിയിൽ വെക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ പിന്നെ അത് മാത്രം മതി, വേറെ കറികളൊന്നും വേണ്ടിയില്ല, വരികയില്ല നമുക്ക് ചോറിനാൻ. അപ്പോൾ അതാ ചമ്മന്തിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതേ ചമ്മന്തി അരച്ച് റെഡിയായി. അപ്പോൾ നമ്മുടെ മെഴുക്കുവരട്ടി റെഡിയായി. അപ്പോൾ നമ്മൾ ചോറിനാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ആദ്യം തന്നെ ചെറുക്കായിക്ക് ചോറ് കൊടുത്തു. അപ്പം എൻ്റെ കൂടെ അല്ലല്ലോ ചെറുക്കായി ഇപ്പം കിടക്കുന്നത്, ചെറുക്കായി താഴത്തെ വീട്ടിലേക്ക് പോകണം. അവനെ ഒന്ന് പറഞ്ഞു വിടാമെന്ന് ഓർത്തുകൊണ്ട് അവന് ആദ്യം തന്നെ ചോറ് കൊടുക്കുകയാണ് കേട്ടോ. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ തരാൻ മറക്കല്ലേ. പുതുതായിട്ട് ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താനും ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കല്ലേ. അപ്പം ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. പുതുതായിട്ട് ആരെങ്കിലും വരുന്നവരുണ്ടെങ്കിൽ ഒന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് ഈ പിന്നെ എടുത്ത് പറയുന്നത് കേട്ടോ. മുന്നിലിടുന്ന വീഡിയോക്കൊക്കെ നല്ല നല്ല സപ്പോർട്ടുകൾ തരുന്നുണ്ട്. ഇനി അതുപോലെ സപ്പോർട്ടുകളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയുള്ള കൊച്ചു വിശേഷം മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ വൈകിട്ടത്തെ ചെറിയൊരു വീഡിയോ മാത്രം ഉൾപ്പെടുത്തിയതാണ്, കൂട്ടുകാരുടെ മുന്നിൽ വരാൻ വേണ്ടി മാത്രം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കും. നാളെ ഹോസ്പിറ്റലിലൊക്കെ പോകണം. അങ്ങനെ ചെറിയ ചെറിയ പരിപാടികളുണ്ട്, അതിൻ്റെ എല്ലാം കൂടെ വീഡിയോസ് ഉൾപ്പെടുത്തി നമുക്ക് നാളെ വരാം. അപ്പോൾ ഞങ്ങളിത് ചെറുക്കായ്ക്ക് ചോറ് കൊടുത്ത് വിട്ടിട്ട് ഞങ്ങളും ചോറൊക്കെ ഉണ്ണാൻ പോവാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം. അസ്സലാമു അലൈക്കും.